നമസ്കാരം. കർണാടകയിലെ അങ്കോളയിൽ അർജുന്റെ തിരച്ചിലിനു വേണ്ടി സർക്കാർ എല്ലാ നിലയിലും ഏകോപനം നടത്തി വരികയാണ്. പറ്റുന്ന കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്യുന്നുമുണ്ട്. മലയാളികൾ ഒന്നടങ്കം വളരെ പ്രതീക്ഷയോടെ ഒരേ മനസ്സോടെയാണ് അർജുന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നത്. രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ ശ്രമവും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ചീഫ് സെക്രട്ടറി കർണാടക സർക്കാരുമായി കമ്മ്യൂണിക്കേഷനും നടത്തുന്നുണ്ട്. അർജുന്റെ കുടുംബത്തിന്റെ പരാതികളിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും ഇപ്പോൾ നമ്മൾ മുൻഗണന നൽകേണ്ടത് രക്ഷാദൗത്യത്തിനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അർജുനായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. മുഴുവൻ രക്ഷാപ്രവർത്തനവും നടക്കുന്നത് ശിരൂർ ദൗത്യസംഘത്തിലെ രഞ്ജിത്ത് ഇസ്രായേലിയുടെ നിർദ്ദേശപ്രകാരമെന്ന് MLA സതീഷ് സെയിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നിലവിൽ തെരച്ചിൽ നടത്തുന്ന ഭാഗത്ത് തന്നെ അർജുന്റെ വാഹനം പ്രതീക്ഷിക്കുന്നുമുണ്ട്. കേരളത്തിൽ നിന്നുള്ള രഞ്ജിത്ത് ഇസ്രായേലിയുടെ നിർദ്ദേശപ്രകാരമാണ് തിരച്ചിൽ നടക്കുന്നതെന്ന് MLA പ്രതികരിച്ചു. പ്രദേശത്തു നിന്നും ലോറിയിലുണ്ടായിരുന്ന ഒരു മരത്തടി കിട്ടിയാൽ പോലും പ്രതീക്ഷയാണെന്നും MLA വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രക്ക് കണ്ടുപിടിച്ചാൽ മാത്രമേ അർജുനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നും രഞ്ജിത്ത് പ്രതികരിച്ചു. ട്രക്ക് സ്പോട്ട് ചെയ്യുക എന്നതാണ് ആദ്യത്തെ കടമ്പയെന്നും രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൽ ദയനീയമായ ഒരു കാര്യം എന്താണെന്നാൽ കേരളം വിട്ടുകഴിഞ്ഞാൽ അപകടത്തിൽപ്പെട്ടവന്റെ ജാതി അറിഞ്ഞതിന് ശേഷം മാത്രമേ അവരുടെ ശരീരത്തിൽ തൊടുകയുള്ളൂ എന്നുള്ളൊരവസ്ഥ രക്ഷാദൗത്യത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് വളരെ അധികം കഷ്ടം നിറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. ആ ഒരു വസ്തുതയും ഇതിനുള്ളിൽ മുഴച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. സേനയിൽ പോലും ഈ മനസ്ഥിതി ഉള്ളവർ ഉണ്ടെന്നുള്ളത് വളരെ കഷ്ടമാണ്. നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട് നമ്മുടെ കേരളത്തിൽ, അതും നിലമ്പൂരിൽ. തോളിലൊരു തോർത്തുമുണ്ടും കലങ്ങിയിറുകിയ കണ്ണും കറുപ്പും വെള്ളയും ഇടകലർന്ന കുറ്റിത്താടിയുള്ള PV അൻവർ MLA മുഖമാണത്. കർണാടകയിലെ ഷിരൂരിൽ നടന്ന മണ്ണിടിച്ചിൽ കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ കവളപ്പാറ ദുരന്തമാണ്. സമാനമായ ഒരു ചിത്രമാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലത്തിന്റെ നടുവിലൂടെ കുത്തിയൊലിച്ചു വന്ന ചുവപ്പും മണ്ണും പാറക്കഷ്ണങ്ങളും ചെളിയും ഇന്നലെ മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അർജുൻ തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.